നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലയണൽ മെസ്സിക്ക് കൂട്ടായി കാസെമിറോ എത്തുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് നമ്മൾ എത്ര വട്ടം ഇവർ തമ്മിലുള്ള പോരാട്ടം FC ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവർ ഒരുമിച്ചൊരു ക്ലബ്ബ് കളിച്ചാലോ, അപ്പോൾ അത് വലിയ സംഭവമായിട്ടൊന്നും പറയണ്ട. ഞങ്ങൾ കണ്ടിട്ടുണ്ടോ മുമ്പ് സെർജിയോ റാമോസും ലിയോ മെസ്സിയും ഒരേ ക്ലബ്ബിൽ കളിച്ചത് എന്നല്ലേ ഇപ്പോൾ നിങ്ങൾ കമൻ്റ് ഇടാൻ പോകുന്നത്? ഇതൊക്കെ പ്രൊഫഷണൽ ഫുട്ബോളിൽ സാധ്യമാണല്ലോ. ഇപ്പോഴിതാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ കാസെമിറോ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ് ഈ സീസൺ അവസാനത്തോടുകൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുമെന്ന്. അപ്പോൾ ഈ സീസൺ അവസാനിക്കുമ്പോൾ അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആകും. പ്രായം 33 വയസ്സേ ഉള്ളൂ. ബ്രസീലിൻ്റെ ദേശീയ ടീമിൽ ഈ വേൾഡ് കപ്പ് അദ്ദേഹം കളിക്കുകയും ചെയ്യും. മികച്ച പ്രകടനം നടത്തിയാൽ അദ്ദേഹത്തിൻ്റെ മൂല്യം കൂടുകയും ചെയ്യും. എന്നാൽ ആ താരത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ ഇന്റർ മയാമി ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. മയാമിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്ന ചാനലുകൾ ഇത് നൽകിക്കഴിഞ്ഞു. അതുപോലെ ചില ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റർ മയാമി ആർ മോണിറ്ററിംഗ് കാസെമിറോ സിറ്റുവേഷൻ ആസ് ഹി എഡ്ജസ് ക്ലോസർ ടു ആൻ എക്സിറ്റ് ഫ്രം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നാണ് റിപ്പോർട്ട്. മയാമി അദ്ദേഹത്തിൻ്റെ നിലവിലെ സിറ്റുവേഷൻ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഘട്ടത്തിൽ ഓഫർ കൊടുത്തു എന്നൊന്നുമില്ല. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ബട്ട് റിപ്പോർട്ട്സ് ക്ലെയിം ദി ബ്രസീലിയൻ ഹാസ് ബീൻ ഐയിങ് പ്രോപ്പർട്ടി ഇൻ സൗത്ത് ഫ്ലോറിഡ എന്നുകൂടി ഇംഗ്ലീഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി സൗത്ത് ഫ്ലോറിഡയിൽ ബ്രസീലിയൻ താരം ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി ശ്രമം നടത്തുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുമ്പോൾ മയാമിയിലേക്ക് തന്നെ എന്ന് പൂരിപ്പിക്കാൻ റൂമറുകൾ പടച്ചുവിടുന്നവർക്ക് അധികം സമയം വേണ്ടല്ലോ. ഏതായാലും ഇന്റർ മയാമി അടുത്ത ജൂണിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ കാസെമിറോക്കായിട്ട് നീക്കങ്ങൾ നടത്തിയേക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാസെമിറോയെ സംബന്ധിച്ചിടത്തോളം 33 വയസ്സേ ഉള്ളൂ. അദ്ദേഹം ബ്രസീലിയൻ ക്ലബ്ബ് സാവോ പോളോയിലൂടെ വളർന്നു വന്ന താരമാണ്. പിന്നെ റയൽ മാഡ്രിഡിലേക്ക് എത്തി. മാഡ്രിഡിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള സമയം. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് 2022 ചേക്കേറിയത്. ബ്രസീലിന് വേണ്ടി 82 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ്. മെസ്സിക്കൊപ്പം അദ്ദേഹത്തെ അടുത്ത ജൂണിന് ശേഷമുള്ള കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുമോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.